ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സോറോയും സാഞ്ചിയും നമ്മുടെ എൽബാഫ് ആർക്ക് കഴിയുമ്പോൾ എത്രമാത്രം സ്ട്രോങ് ആയിരിക്കും, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ടാർഗറ്റ് വെക്കുന്നുണ്ട്. 50 സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലും ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ നിങ്ങളോട് പറഞ്ഞ ടാർഗറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏകദേശം പകുതിയോളം പേര് മാത്രമേ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ ഇന്നെങ്കിലും ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു വിശ്വസ്തർ ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ എൽബാഫിൽ ഇപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള പല മെമ്പേഴ്സും ഉണ്ട്. അതിപ്പോൾ ലോക്കി ആയിക്കോട്ടെ, സ്കോപ്പർഗബാൻ ആയിക്കോട്ടെ, ലൂഫി ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഹോളി നൈറ്റ്സ് മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ വളരെ സ്ട്രോങ് ആണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ സാഞ്ചിയും സോറോയും ഉണ്ട്. പക്ഷേങ്കിൽ ഇവർ രണ്ടുപേരും ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതിൽ അവരിൽ പലരെക്കാട്ടും വീക്കാണ്. എന്നാൽ എൽബാഫ് കഴിയുമ്പോഴേക്കും നമ്മുടെ സോറോയും സാഞ്ചിയും ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് പലരെയും സർപ്പാസ് ചെയ്തിരിക്കും. നമ്മൾ എഗ്ഗഡിന് ശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ സോറോയുടെ സാഞ്ചിൻ്റെ ബൗണ്ടി ഇതുവരെ പുറത്ത് വന്നിട്ടില്ലെങ്കിലോ നമ്മുടെ സോറോന് ഏകദേശം 2 ബില്യൺ ബൗണ്ടിയോ അതുപോലെ തന്നെ നമ്മുടെ സാഞ്ചിക്ക് 1.9 ബില്യൺ ബൗണ്ടിയോ ഉണ്ടാകാനാണ് ചാൻസ് കൂടുതൽ. ഇതിനുള്ള കാരണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സോറോ ആയിക്കോട്ടെ, നമ്മുടെ ലൂച്ചിയുമായിട്ട് സീരിയസ് ആയപ്പോൾ നമ്മുടെ ലൂച്ചിനെ വൺ ഷോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നെസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാഞ്ചിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കീസറിൻ്റെ ഒരു ക്ലോസ് റേഞ്ച് അറ്റാക്ക് നമ്മുടെ സാഞ്ചി ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ എഗ്ഗഡിൽ നല്ല രീതിക്കുള്ള ഫീറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ബൗണ്ടി ഏകദേശം 2 ബില്യൻ്റെ അടുത്തെത്തുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ പവേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോറോ എന്തായാലും തന്നെ കോൺഗ്രസ് ആക്കി മാസ്റ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ സാഞ്ചിനെ പറ്റി നോക്കുമ്പോൾ സാഞ്ചി തൻ്റെ ഒബ്സർവേഷൻ ആക്കി കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലേക്ക് വേണേൽ കൊണ്ടുപോയേക്കാം. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സോറോയും സാഞ്ചിയും നമ്മുടെ എൽബാഫ് കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മുടെ സോറോ ഒരു അഡ്മിറൽ ലെവലോ അല്ലെങ്കിൽ അഡ്മിറലിനെക്കാട്ടും പവർഫുള്ളോ ആയി മാറി. പക്ഷേങ്കിൽ എന്നിരുന്നാലും നമ്മുടെ സോറോ നമ്മുടെ ബെൻബക്മനെക്കാട്ടോ അതുപോലെ തന്നെ നമ്മുടെ മീഹോക്കിനെക്കാട്ടും വീക്കായിരിക്കും മറ്റുള്ള സ്ട്രോങ്ങസ്റ്റ് യോങ്കോ കമാൻഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേങ്കിൽ നമ്മുടെ സാഞ്ചിയുടെ കാര്യത്തിൽ ഇങ്ങനെ ആയിരിക്കില്ല. സാഞ്ചി അപ്പോഴും ഒരു അഡ്മിറൽ ബിലോ തന്നെയായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ സാഞ്ചിക്ക് അഡ്മിറൽസുമായിട്ട് ഒരു ടഫ് ഫൈറ്റ് കൊടുക്കാൻ പറ്റിയേക്കും. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സാഞ്ചി നമ്മുടെ ഗ്രീൻബുളിനെയും ഫൂജിഡോറിനെയും ഡിഫീറ്റ് ചെയ്യാനുള്ള അത്ര പവേഴ്സ് നമ്മുടെ സാഞ്ചിക്ക് കിട്ടുമായിരിക്കും. എന്തായാലും കീസറിനെ സാഞ്ചിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോറോയുടെ കാര്യത്തിൽ നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാൻ പറ്റും നമ്മുടെ സോറോ അഡ്മിറൽ ലെവലെത്തും. കാരണം മറ്റൊന്നല്ല, നമ്മുടെ സോറോന് എന്തായാലും നമ്മുടെ മീഹോക്കുമായിട്ടുള്ള ഫൈറ്റ് ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ ഫൈറ്റിന് മുമ്പ് തന്നെ നമ്മുടെ സോറോനെ നമ്മുടെ ഓട എന്തായാലും വളരെ പവർഫുള്ളാക്കി മാറ്റുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സാഞ്ചിയുടെ കാര്യം നമുക്കറിയാം. നമ്മുടെ ഓട എപ്പോഴും നമ്മുടെ സാഞ്ചിക്ക് നല്ല രീതിക്കുള്ള പവർ കൊടുക്കാറുണ്ട്. നമ്മുടെ സോറോ ഒരു യോങ്കോ ലെവലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാഞ്ചിയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണും. അപ്പോൾ നമ്മുടെ എൽബാഫ് കഴിയുമ്പോൾ നമ്മുടെ സോറോയും സാഞ്ചിയും എപ്പോഴും ഉള്ളതുപോലെ തന്നെ അടുത്തടുത്ത് തന്നെ ഉണ്ടാകും. ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ ലെവലിൽ പവർ ലെവലിൽ നമ്മുടെ എൽബാഫ് കഴിയുമ്പോൾ അച്ചീവ് ചെയ്യും. വേണമെങ്കിൽ സോറോ ഒരു അഡ്മിറൽ ലെവലായിട്ടുണ്ടാകും, അതിലും കുറച്ച് വീക്കായിട്ട് നമ്മുടെ സാഞ്ചിയും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.